സാറേ ഈ നടന്നു പോവേണ്ട വഴി നമുക്ക് ഈ വേണം. എൻ്റെ ചെറുപ്രായത്തെ ആ വഴി ഉള്ളതാണ്. പഞ്ചായത്ത് നമ്മൾ പരാതി കൊടുത്ത് ഒരാഴ്ചയായി, ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം പരാതികൾ മടക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ വീട്ടിലേക്ക് പോകുന്ന കാൽനടപാത നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെത്തിയ നിർധനനും കൂലിപ്പണിക്കാരനുമായ വ്യക്തിയെ യൂസർ ഫീയുടെ പേരിൽ പരാതി സ്വീകരിക്കാതെ ഹരിതകർമ്മസേന അംഗങ്ങൾ 4 മണിവരെ നിർത്തിയ സംഭവമുണ്ടായി. അതാണ് ഇത് വഴി മണ്ണ് വെട്ടി നശിപ്പിക്കുകയാണ്. ഇത് ആശുപത്രിയിലും പോകുന്നതും വലിയ ഓഫീസിൽ പോകുന്നതും ഇത് എല്ലാം പോകുന്നതും ഇത് വഴിയാണ്. പഞ്ചായത്തിൽ നമ്മൾ പോയി രാവിലെ 10 മണിക്ക് പോയി നമ്മൾ 4:30 മണിയാണ് പരാതി സ്വീകരിച്ചത്. എന്നിട്ട് ആരും ഒരാഴ്ച കൊണ്ട് ആരും പറഞ്ഞില്ല. അത് എന്തെങ്കിലും പരിഹാരം കാണാൻ അവിടെ ഫ്രണ്ടിൽ 2 പേര് ഇരിക്കുന്നുണ്ട്. ഹരിതകർമ്മ സേന അംഗങ്ങളെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഐഡന്റി കാർഡ് അവർ വെച്ചിട്ടില്ല. അവർ പറയുന്നത് ഹരിതകർമ്മ ഫ്രണ്ട് ഓഫീസിൽ പരാതി കൊടുക്കുമ്പോൾ പറയുന്നത് ഹരിതകർമ്മ സേന അംഗങ്ങൾ പറഞ്ഞാൽ മാത്രമേ പരാതി സ്വീകരിക്കുള്ളൂ. സർക്കാർ ഒരിടത്തും ഹരിതകർമ്മ സേന അംഗങ്ങൾ പറഞ്ഞാലേ പരാതി സ്വീകരിക്കുള്ളൂ എന്ന് സർക്കാർ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. പരാതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പൊതുവിഷയമായിട്ട് ബന്ധപ്പെട്ട് വഴിതർക്കമായിരിക്കാം, ആശുപത്രി വിഷയമായിരിക്കാം, പല കാരണങ്ങളുണ്ടായിരിക്കും. ഒരു ഡിസാസ്റ്റർ സംബന്ധമായിട്ടായിരിക്കാം, മരം വീട്ടിൻ്റെ അവിടെ ചാഞ്ഞു നിൽക്കുന്നതായിരിക്കാം മഴയത്ത്. അപ്പോൾ ഇതിനെ ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഈ പരാതിയായി വരുന്നവരെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് അവർ വളരെ ദാർഷ്ട്യമത്തോടെയാണ്, ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് അവർ ബിഹേവ് ചെയ്യണത്. അവർ ഈ പരാതി വാങ്ങിച്ചിട്ട് പരാതി നൽകണമെങ്കിൽ റെസിപ്റ്റ് കയ്യിൽ വയ്ക്കണം. അല്ലാത്ത പക്ഷം ഹരിതകർമ്മ സേനയിലെ അവിടുത്തെ അവരവിടെ ഏത് വാർഡിൽ നിന്ന് വന്നാൽ അവിടുത്തെ ആൾ ഇവരെ വിളിച്ച് പറയണം. അങ്ങനെ വളരെ ദാർഷ്ട്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പരാതികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്വയംഭരണ വകുപ്പോ യൂസർ ഫീയുടെ റെസിപ്റ്റ് കൂടി വെക്കണമെന്നത് ഒരിടത്തും നിഷ്കർഷിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പരാതി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വൈമനസ്യം കാണിച്ചതാണ് വിഷയങ്ങളുടെ തുടക്കം. തുടർന്ന് പൊതുപ്രവർത്തകർ ഇടപെട്ട് ജൂനിയർ സൂപ്രണ്ടുമായി ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥൻ തയ്യാറായത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സംഭവം നടന്നു. പരാതി സ്വീകരിക്കും ഒരു നിർധന തൊഴിലാളി, അയാൾ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു വഴി സംബന്ധമായ ഒരു പരാതി കൊടുക്കാൻ എത്തി. രാവിലെ 10:30 എത്തിയ ആള് ആ പരാതി 3 മണി വരെ വാങ്ങിയില്ല. 4 മണി അവർ പറയുന്ന റീസൺ ഇദ്ദേഹത്തിന് യൂസർ ഫീ അടയ്ക്കുന്നില്ല. യൂസർ ഫീ അടച്ച റെസിപ്റ്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കണം. അദ്ദേഹം ഒറ്റയ്ക്ക് കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലാണ് ആഹാരം കഴിക്കുന്നത്. അവർ കൃത്യമായി യൂസർ ഫീ അടയ്ക്കുകയാണ്. അദ്ദേഹം അത് പറഞ്ഞു, എന്റെ സഹോദരൻ കൃത്യമായി യൂസർ ഫീ അടയ്ക്കുകയാണ്, 1-2 മുടക്കമുണ്ട്, അത് അടയ്ക്കാൻ തയ്യാറാണ്, വില്ലിംഗ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് ഈ പരാതി സ്വീകരിക്കാതെ അദ്ദേഹത്തെ 4 മണി വരെ ഗ്രാമപഞ്ചായത്തിൽ തന്റെ വീട്ടിലേക്ക് പോകുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള തന്റെ വഴി മണ്ണ് വെട്ടിമാറ്റി നശിപ്പിച്ചതിനെതിരെ ഒരു പരാതിയായി വന്ന ഒരു നിർദ്ധനായ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ രാവിലെ 10:30 മണിക്ക് പരാതി നൽകാൻ വന്ന് അദ്ദേഹത്തെ 4 മണി വരെ പഞ്ചായത്ത് നിർത്തിയിരിക്കുകയാണ്. വളരെ പ്രതിഷേധമാണ്. ഇത്തരമുള്ള പ്രവണത ഒരിക്കലും അനുവദനീയമല്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് കുന്നത്തുകാൽ മണ്ഡലം കമ്മിറ്റി ഈ കുന്നത്തുകാൽ പഞ്ചായത്തിന്റെ അധികൃതർ നടപടിയിൽ പ്രതിഷേധിക്കുകയാണ്. ഇത്തരം പ്രവണതകൾ ഒരു കാലത്തും വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. നമ്മൾ സമര രംഗത്തിലേക്ക് ഇറങ്ങുകയാണ്. ജനങ്ങളുടെ വിഷയമാണ്, നാടിന്റെ വിഷയമാണ്. നാട്ടിലെ ജനങ്ങൾ, പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ പഞ്ചായത്തിൽ സേവനത്തിനായി വരുമ്പോൾ അവരെ പരാതി നൽകുമ്പോൾ ചില കാരണങ്ങൾ പറഞ്ഞ് യൂസർ ഫീ മേടിച്ചിട്ട് അതിന് നമ്മളെ ഹരിതകർമ്മ സേന അംഗങ്ങൾ നമ്മൾ പൂർണ്ണ സപ്പോർട്ടാണ്. പാർട്ടി എതിരല്ല, ഞങ്ങൾ എതിരല്ല. ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ പ്രവർത്തനം നടത്തട്ടെ. പഞ്ചായത്തിന്റെ മുന്നിൽ നിന്ന് പാവങ്ങളുടെ പരാതി തടയുന്ന കാരണം എന്താണ്? അതിനുള്ള അധികാരം ആരാണ് അവർക്ക് കൊടുത്തത്? ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വൃക്ക, ഹൃദയ സംബന്ധമായ രോഗികളും നിരാലംബരും വളരെ പ്രായം ചെന്നവരും വിവിധ സേവനങ്ങൾക്കായി നിരവധി ബസ്സുകൾ കയറിയിറങ്ങി ഗ്രാമപഞ്ചായത്തിലെത്തുമ്പോൾ ഓരോരോ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഇവരെ സ്ഥിരമായി മടക്കി അയക്കുന്നതും ഗ്രാമപഞ്ചായത്തിൽ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. പരാതികൾക്ക് സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാതെ നീണ്ട കാലതാമസം വരുത്തുന്നതായും ആക്ഷേപമുയരുന്നു. പഞ്ചായത്ത് അധികൃതരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ പൊതുസമൂഹത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. സ്ഥലം മാറിപ്പോയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരം പുതിയ സെക്രട്ടറി ചാർജ് എടുക്കാൻ വൈകുന്നതും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു. ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ വ്യാഴാഴ്ച സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ മണ്ഡലതല നേതൃയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ പ്ലാവിള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ നാറാണി അധ്യക്ഷത വഹിച്ചു. പാറശാല നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമിദാസ് മാസ്റ്റർ,
മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി PV കുര്യൻ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ് കൊല്ലായിൽ, ജനാധിപത്യ കർഷക യൂണിയൻ മണ്ഡലം സെക്രട്ടറി വണ്ടിത്തടം സന്തോഷ്, ഷിജിൻ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, നെയ്യാറ്റിങ്കര. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.